guys, welcome back to the video. Okay. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബാഗ് ഡ്രോയിങ് 3D ലിങ്കളൊക്കെ ഗൈസ് നമ്മുടെ ആ ഒരു പെന്നി വേസിൻ്റെ ആ ഒരു സ്റ്റോറി വീഡിയോയുടെ ബാക്കി ബാലൻസ് ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും പറഞ്ഞത്. അപ്പോൾ ഇന്നത്തോടെ ഈ ഒരു വീഡിയോയോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പെന്നി വേസിൻ്റെ ഈ ഒരു വീഡിയോ സ്റ്റോറി ഇവിടെ ചെയ്യാൻ എന്തായാലും എൻ്റെ ആക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. ഇതാണ് ലാസ്റ്റത്തെ വീഡിയോ. ഓക്കെ, ഇത് പാർട്ട് 4 കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ തൊട്ട് ആരെയും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനകത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആകുന്നതാണ്. ഗൈസ് നിങ്ങൾ ആര് എന്തായാലും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചെയ്യണല്ലോ, അതുകൊണ്ടാണ് ഗൈസ് ഒരു ഇത്. ഓക്കെ, ഇതിലായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസ് അപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഓക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും എന്തായാലും ഇപ്പോഴും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും കാണാം. ഓക്കെ, അതിൽ ഈ ഒരു വീഡിയോ അല്ലാതെ തന്നെ ഫുള്ളായിട്ട് നിങ്ങളെന്തായാലും കാണണം. അപ്പം ആരെങ്കിലും ഷെയർ ചെയ്യാത്തതുകൊണ്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യണം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ ആകെ ഇപ്പം വിഷമത്തിലും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, എന്താണ് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, നമ്മുടെ അനിയനെ പെന്നി വേസുകളൊക്കെ പിടിച്ചു വെച്ചിട്ട് ഏകദേശം 4 ദിവസമായി ഗൈസ്. ഓക്കെ, അപ്പോൾ ഒരു ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഓക്കെ, ഫുഡിൻ്റെ കാര്യം വിടും, അവൻ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, അതിൻ്റെ പുറകെ ആയിരുന്നു ഞാൻ. ഓക്കെ ഇപ്പോൾ വേറെ വഴിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മളെന്തായാലും നമ്മുടെ ഏതാണ് കവാസാക്കി നിഞ്ച ഓടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതും കൊണ്ട് നേരെ നമുക്ക് നമ്മുടെ പെന്നി വയസ്സുകളൊക്കെ താമസിക്കുന്ന ആ ഒരു വീട്ടിലുകളൊക്കെ പോകും. അത് അവൻ്റെ വീടൊന്നും തന്നെ അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് വേറെ കുറേ ആളുടെ വീടുകളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അവരെല്ലാത്തിനെയും കൊന്നിട്ട് എടുത്തതാണ്. ഓക്കെ ഇവിടെയാണ് ആ പെന്നി വയസ്സ് താമസിക്കണം. ഓക്കെ, നമുക്കൊരു കാര്യം നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ അത് കയറാം. ഓക്കെ, ഇനി ഇവ എന്തൊക്കെയാണോ പറയണതെന്ന് എനിക്കൊരു പിടിയുന്നില്ല. നമുക്കൊരു കാര്യം നമുക്ക് വണ്ടി എങ്ങോട്ടെങ്കിലും ഒളിപ്പിച്ചേക്കാം, ഇനി ഇതും കൂടെ അവൻ എടുത്തുകൊണ്ടേ തീർന്നു. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ നിഞ്ചയങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് എന്തായാലും ഉണ്ട്. നമുക്കപ്പോൾ ഓടി നേരെ പോയി നമുക്ക് അവൻ്റെ കൂടെ ഒരിക്കൽ കൂടെ സംസാരിച്ച് നോക്കൊക്കെ നമ്മുടെ അനിയനെ തരുമോ. ഓക്കെ, നമ്മളിതേപോലെ ഒരിക്കൽ ഒരു വലിയൊരു സംഭവം ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ, പകരം അവൻ നമ്മുടെ അനിയനെ തരുമെന്നാണ് പറഞ്ഞത്, എന്നിട്ട് അവൻ തന്നില്ല കേസ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോ നോക്കാൻ മനസ്സിലാവും. ഓക്കെ, കഴിഞ്ഞ വീഡിയോനെ ആരെങ്കിലും ഇതുവരെയായിട്ട് കാണാത്തതുകൊണ്ട് പോയി കുറേ പേരൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, അവരെല്ലാവരും തന്നെ വീഡിയോകളൊക്കെ കാണാം, എന്നിട്ട് ഈ ഒരു വീഡിയോകളൊക്കെ കാണാനായിട്ട് ശ്രമിക്കും. ഓക്കെ, എന്നിട്ട് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പെന്നി വേസിനെങ്ങളൊക്കെ വിളിച്ചോക്കെ, എനിക്ക് അറിയത്തില്ല. ഓക്കെ, പെന്നി വേസ് ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എടാ പെന്നി വേസ്, നീ എവിടെ പോയാ കിടക്കണ? നീ എവിടെയാണ് ഒളിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി വാടാ ഇങ്ങോട്ട്. എടാ സേജ്, ഇത്രയും തന്നിട്ട് പോലും നിനക്ക് മതിയായില്ലടാ. നീ വീണ്ടും എൻ്റെ അടിയിട്ടി ചാവാൻ വേണ്ടിയിട്ട് വന്നടാ. എനിക്കങ്ങനെ പോകാൻ പറ്റുമോ? നിനക്ക് തോന്നുന്നുണ്ടാ ഞാൻ എൻ്റെ അനിയനെയും കൊണ്ട് ഇവിടെ നിന്ന് പോകും? നിൻ്റെ അനിയനോ? ഏതനിയൻ? ഇവിടെ ഒരു അനിയനും ഇല്ല, ഇവിടെ ഉള്ള എൻ്റെ അനിയനാണ്. എടാ പോടാ ഇങ്ങോട്ട്. എടാ പെന്നി വേസ്, നീ എന്തൊക്കെ ചെയ്താലും ശരി ഞാൻ എൻ്റെ അനിയനെയും കൊണ്ടേ ഇവിടെ നിന്ന് പോകും. എന്തായാലും ശരി, നീ പറ, ഞാൻ നിനക്ക് എന്താണ് ചെയ്ത് തരേണ്ടത്? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, പക്ഷെ നീ എൻ്റെ അനിയനെ വേണം. നീ എനിക്ക് ഒന്നും ചെയ്തു തരണ്ട, നിനക്ക് എനിക്ക് നിൻ്റെ അനിയനെ മാത്രം മതി. ഞാൻ അവനെ ഇപ്പം തന്നെ അങ്ങ് കൊന്നു കളയാനാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ ചെയ്യല്ലേ, അവനെ കൊല്ലല്ലേ പ്ലീസ്, എനിക്ക് അവനെ വേണോടാ. എടാ എൻ്റെ അനിയനെ കൊല്ലല്ലേ, എൻ്റെ ഫ്രാങ്ക്ലിനെ വല്ല തൊട്ട നിൻ്റെ കാര്യം തീർന്നടാ പെന്നി വേസേ. നീ എന്നെ എന്തോ ചെയ്യും? നിന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല, നിൻ്റെ കാര്യം അപ്പം തന്നെ തീരുമാനമാവും. എടാ പെന്നി വേസ്, ആരാ നിൻ്റെയോട് അങ്ങനെ പറഞ്ഞാൽ? നിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയണ ഒരു കാര്യം ചെയ്യോ, എന്നാൽ ഞാൻ നിൻ്റെ അനിയനെ അപ്പം തന്നെ വെറുതെ ഇടാം. നീ പറ. സംഭവം കുറച്ച് എളുപ്പമാണ്, എന്നാലും പാടൊക്കെയാണ്. ഓക്കെ, എന്നെ അന്ന് അടിച്ച് തള്ളിയിട്ട് തന്നെ ഈ ഗതിയിലാക്കിയ മറ്റേ ബല്ലാസ് ഗ്യാങ് ഇല്ലേ, ആ ഗ്യാങ്ങിനെ നീ ഫുള്ളായിട്ട് നശിപ്പിക്കണം. അല്ല, അവന്മാരുടെ ലൊക്കേഷൻ അവിടെ അതെന്ന് വെച്ചാൽ ഒരു സൊസൈറ്റി പോലത്തെ ഒരു ഏരിയ ആണ്, അവിടെ പോയി നീ എല്ലാത്തിനെയും തീർക്കണം. എന്നാൽ
ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ ആകെ സീനും കാര്യങ്ങളൊക്കെ ആയേക്കാണ്. ഈ ഒരു പെന്നിവൈസ് എന്തൊക്കെയാണ് പറയണമെന്ന് എനിക്ക് ഒരു പിടിയും തന്നില്ല. ഇവ സത്യത്തിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കണതെന്ന് പോലും എനിക്ക് ഒരു ഐഡിയയും തന്നെ എന്തായാലും ഇല്ല ഗൈസ്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഓക്കെ, എനിക്ക് ഒരു ഐഡിയയും തന്നില്ല ഇവ എന്തൊക്കെയാണ് ഉദ്ദേശിക്കണേന്ന്. ഓക്കെ, എന്താ പറയാനാണ് ഗൈസ്. ഓക്കെ, ഈ പറയാൻ വാക്കുകളില്ല ഗൈസ്. ഓക്കെ, ഇത്രയുള്ള കാര്യം. ഓക്കെ, ഇത് കഷ്ടമാണ്. ഓക്കെ, ഈ പെന്നിവൈസ് നമുക്കിപ്പോൾ വീണ്ടും ഒരു മിഷൻ പോലെ എന്തൊരു സംഭവം തന്നേക്കാണ് ഇതൊക്കെ. ഇവ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, എപ്പോഴും ഇതേപോലെ മിഷൻ തന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇത് കഷ്ടമാണ്. ഇപ്പം പറഞ്ഞ എന്താന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, നമ്മൾ കാണിച്ചു തരണം. ഓക്കെ, ആ ഒരു സീനും കാര്യങ്ങളൊക്കെ അവൻ പറയണം. ഓക്കെ, അവൻ്റെ ബൈക്ക് അടിച്ചു മാറിയിട്ട് അവനെ എടുത്തിട്ട് അടിച്ച് ഈ പരുവത്തിലാക്കി ഇങ്ങനെ ആക്കി കൊടുത്ത കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സും പിന്നെ കുറച്ച് ആൾക്കാരെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ പോയി കണ്ട് ആ ഒരു ഏരിയ തന്നെ കംപ്ലീറ്റ്ലി അടിച്ച് നശിപ്പിച്ച് കംപ്ലീറ്റ് കത്തിച്ചളയാനാണ് നമ്മളോട് പറയണത്. എന്നാൽ നമ്മുടെ അനിയനെ തരാമെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല ഇവൻ തരുമെന്ന്. അപ്പോൾ അനിയനെ കിട്ടാതിരിക്കാതെ വേറെ വഴിയില്ല, നമുക്ക് ചെയ്ത് കൊടുത്തല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, നമുക്കെന്തായാലും അവൻ പറയണ പോലെ ചെയ്യുക. ഓക്കെ, നമ്മുടെ അനിയനെ അല്ലെങ്കിൽ അവൻ കൊല്ലുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ അനിയനെ വേണം. ഓക്കെ, അപ്പോൾ അവന്മാരുടെ ഏരിയ കംപ്ലീറ്റ് കത്തിക്കാനാണ് പറയണത്. ഓക്കെ, സത്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കേസുകളൊക്കെ ആവും. ഓക്കെ, പക്ഷേ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, കേസാണെങ്കിൽ ആവട്ടെ. ഓക്കെ, എങ്ങനെയെങ്കിലും അനിയനെ രക്ഷിക്കണം. ഓക്കെ, അതേയുള്ള ആകെയുള്ള വഴിയും കാര്യങ്ങളൊക്കെ, അല്ലാതെ വേറെ ഒന്നും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, ഓക്കെ, എങ്ങനെയെങ്കിലും ആ ഒരു ഏരിയ പോയിട്ട് എല്ലാത്തിനും അങ്ങ് അടിച്ചങ്ങ് തീർക്കാം. ഓക്കെ, വലിയ എന്തൊരു സൊസൈറ്റി പോലത്തെ ഏരിയയാണ്. ഓക്കെ, വലിയൊരു ഗ്യാങ്സ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ ബല്ലാസ് ഗ്യാങ്ങിൻ്റെ കേസ്. ഓക്കെ, അതാണ്. ഓക്കെ, ബല്ലാസ് ഗ്യാങ്ങുകളൊക്കെയാണ് ഇവൻ്റെ ശത്രുവും കാര്യങ്ങളൊക്കെ, പെന്നിവൈസിൻ്റെ ശത്രുവും കാര്യങ്ങളൊക്കെ. അപ്പം അവന്മാരെ പോയി ഫുള്ള് അടിച്ച് തീർക്കാനാണ് ഈ പെന്നിവൈസുകളൊക്കെ പറയണത്. ഓക്കെ, എനിക്ക് ഒരു പിടിയും തന്നില്ല ഇവ എന്തൊക്കെയാണ് പറയണതെന്നൊക്കെ. സൊസൈറ്റീനെ എത്തിയിട്ടുണ്ട് എൻ്റെ മോനെ. ഒരു നല്ല കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇറങ്ങുമ്പോൾ അപ്പം തന്നെ ഇവന്മാരെ പോലത്തെ കുറേ എണ്ണം വന്ന് ഫ്രണ്ടിൽ തന്നെ ചാടി തരും. അവന്മാരുടെ വണ്ടിയുടെ ബമ്പറൊക്കെ ഊരിപ്പോയിട്ടുണ്ട്. ആ ഒരു ഓടിയുടെ ബമ്പറുകളൊക്കെ ഊരിപ്പോയിട്ടുണ്ട് അവൻ്റെ വണ്ടിയുടെ. ഓക്കെ, ഞാനിപ്പോൾ അവൻ്റെ പുറകെ നിന്ന് പോകണല്ലോ. നമുക്കിപ്പോൾ എങ്ങനെയുള്ള അനിയനെ രക്ഷയാണ്. അത്രേ ഉള്ളൂ. അവൻ വീണ്ടും വേറെ തന്നെ കൊണ്ടിടിച്ച്. നല്ല കാര്യം. ഒന്നാമതേ ബൈക്ക് ഡാമേജ് ആയിട്ടിരിക്കണം. നമ്മളിപ്പോൾ കുറച്ചൊന്ന് ശരിയാക്കി എടുത്തൊക്കെ നീ പണികളുണ്ടൊക്കെ. നമുക്ക് ഈ വണ്ടി അത്യാവശ്യമായിട്ട് വേണം. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നൈസായിട്ട് എന്തായാലും നമ്മളങ്ങനെ ഈ ഒരു സൊസൈറ്റിയിലും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ ആ ഒരു സൊസൈറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അങ്ങ് പൊട്ടിച്ച് നശിപ്പിച്ച് പണ്ടാരടക്കി കളയാനാണ് ആ ഒരു പെന്നിവൈസുകളൊക്കെ പറയണതൊക്കെ. നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മുടെ നിഞ്ചകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യുക. നമുക്ക് ഒന്നും നോക്കണില്ല, ഞാൻ ഫുള്ളായിട്ട് നശിപ്പിക്കാനായിട്ട് പോവാണ്. ഓക്കെ, റോക്ക് ആൻഡ് ലോഞ്ചർ കിട്ടിയാൽ നശിപ്പിക്കാനായിട്ട് ഞാൻ പോവുകയാണ്. ബെല്ലാസിൻ്റെ ഈ ഒരു ഏരിയകളൊക്കെ. ഓക്കെ, ഫുള്ളായിട്ട് ഞാൻ എന്തായാലും അടിച്ചങ്ങ് പൊട്ടിക്കാനായിട്ട് വേണം. വേറെ വഴിയില്ലേ. ഓക്കെ, എനിക്ക് ഈ ബെല്ലാസിനെ കൊല്ലണമെന്നൊരു താല്പര്യമല്ല. എന്നുവെച്ചാൽ ഇവന്മാർ ഞാൻ തമ്മിൽ ചെറിയ എന്തോ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ അതൊക്കെ പണ്ടേ തന്നെ തീർന്നു. ഓക്കെ, ഇപ്പോൾ അവന്മാർ വലിയ കുഴപ്പമില്ല, എന്നാലും ശത്രുതയുണ്ട്. ഓക്കെ, ഇപ്പം അനിയനെ വേണ്ട കേസ്, അതുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഓക്കെ, അവന്മാർ സൊസൈറ്റി നശിപ്പിച്ചിട്ട് എനിക്കെന്ത് ചെയ്യാൻ. ഓക്കെ, പണ്ടത്തെ റിവെഞ്ച് എടുക്കണേന്ന് ഇനി അവന്മാർ വിചാരിക്കണം. ഓക്കെ, ഞാൻ അതിൻ്റെ പുറകെ ഇനി പോവേണ്ടി വരും. ഞാൻ ഇവിടെ ഫുള്ള് അടിച്ച് നശിപ്പിക്കുകയാണ് ഈ ഒരു സ്ഥലം. അവന്മാരെ കാർ ഷെഡ് എല്ലാം തീർത്ത് കൊടുക്കാനായിട്ടാണ്. കംപ്ലീറ്റ് ഈ സൊസൈറ്റി ഉൾപ്പെടെ എല്ലാം അടിച്ചങ്ങ് ഫുള്ള് നശിപ്പിക്കാനായിട്ട് പോകണം. ഒന്നും വേണ്ട. ഈ സൊസൈറ്റി എന്ന സാധനം ഇവിടെ വേണ്ടെങ്കിൽ ഫുള്ള് അടിച്ച് പണ്ടാറടക്കാനായിട്ട് ഞാൻ പോകണം. ഓക്കെ, അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് പൊട്ടിച്ച് പണ്ടാറടക്കി നാമാണ കല്ലാക്കിയിട്ട് വരാം. ഫുള്ള് ബോംബിട്ടൊക്കെ അടിച്ച് പൊട്ടിച്ച് ഒരു പരിവാക്കിയിട്ടൊക്കെ വരാൻ കേസ്. ഓക്കെ, ഓക്കെ ഗായ്സ്, അങ്ങനെ കേസ് നമ്മളിവിടെ കുറേ നേരം എടുത്ത് ഈ ഒരു സൊസൈറ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു തീരുമാനമായിട്ട് എന്തായാലും ഉണ്ടോ. ഇതൊന്നും തന്നെ ഇല്ല, ഫുള്ളായിട്ട് നമ്മൾ അടിച്ച് പൊട്ടിച്ചൊരു പരുവാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ബിൽഡിങ് മതിലും എല്ലാം പൊളിഞ്ഞ് പണ്ടാറടങ്ങി പോയിട്ട് എന്തായാലും ഉണ്ട്. ഫുള്ളായിട്ട് ഈ ഒരു സൊസൈറ്റി കണക്ക് നശിച്ചിട്ട് എന്തായാലും ഉണ്ട്. ഇതെന്താണ് സീൻ? എവിടെ നിന്നൊക്കെയോ അടി വരാണ് എൻ്റെ മോനെ. എവിടെ നിന്നൊക്കെയോ അടി വരാണ്. ഈ പെന്നിവൈസ് കാരണമാണ്. എനിക്കല്ലാതെ ഇവന്മാരുടെ വലുതായിട്ട് ശത്രുതയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, എന്നാലും ഉണ്ട്. ഓക്കെ, പക്ഷെ അതൊക്കെ പണ്ട് അവസാനിപ്പിച്ചാണ്. മിക്കവാറും ഇവന്മാരായിരിക്കും അടുത്ത പണികളൊക്കെ തരാനായിട്ടാണ്. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുകളൊക്കെ നിൽക്കുകയാണ്. എൻ്റെ അമ്മ സ്നൈപ്പറുകളൊക്കെ എടുക്കട്ടെ. സ്നൈപ്പർ എടുത്തിട്ട് നമ്മളങ്ങനെ അടിക്കുകയാണ്. ഓക്കെ, സമയം ഇവിടെയും കണ്ട കുറേ പേരുകളൊക്കെ നിൽപ്പുണ്ട്. ഈ സൊസൈറ്റിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു
തീരുമാനമാണ്. നമുക്ക് റോക്കറ്റ് ലോഞ്ചർ വിട്ടുകൊടുക്കാം. ഓക്കെ, റോക്കറ്റ് ലോഞ്ചർ കണക്ക് നമ്മളങ്ങനെ എടുത്തേക്കാണ്. നമ്മളങ്ങനെ റോക്കറ്റ് ലോഞ്ചർ കണക്ക് നമ്മളങ്ങനെ വിട്ടുകൊടുത്തേക്കാണ്. ഇതൊക്കെ വിടുമ്പോൾ ഏകദേശം ഈ സൊസൈറ്റിയുടെ കാര്യത്തിൽ തീരുമാനം കംപ്ലീറ്റ് പൊളിഞ്ഞ് പണ്ടാറിണങ്ങി പോയിട്ടുണ്ട്. ഇതിന് ഒന്നും തന്നെ ബാക്കിയില്ല. ഓക്കെ, അവസാനത്തെ അടിയാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ തീർന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ അങ്ങനെ ഈ ഒരു സൊസൈറ്റിയുടെ കാര്യത്തിൽ അങ്ങനെ ഏകദേശം ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ റിവഞ്ചുകളൊക്കെ പൂർത്തിയാക്കാണ്. ഓക്കെ, റിവഞ്ചല്ല, നമ്മുടെ പെന്നി വയസ്സുകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത സംഭവം പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, കാരണം കംപ്ലീറ്റ്ലി സൊസൈറ്റിയുടെ അവസ്ഥ ഉണ്ട്, നിങ്ങൾ കണ്ട് ഞെട്ടിപ്പോകും. നമ്മൾ ഈ ഗതിയിലാക്കി കൊടുത്തു കംപ്ലീറ്റ് ഉണ്ട്. പ്രൂഫ് എല്ലാം പൊളിഞ്ഞു പോയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, സൊസൈറ്റി ഉണ്ട് ഒരു കാര്യമല്ല, ഫുള്ളായിട്ട് സാധനം പൊളിഞ്ഞു പോയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഉണ്ട് ഈ സാധനം കംപ്ലീറ്റ്ലി ഉണ്ട് പൊളിഞ്ഞിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇനിയൊരു സൊസൈറ്റി ഉണ്ട് ഒരു കാര്യമല്ല. ഓക്കെ, ഫുള്ളായിട്ട് ആ സാധനം പോയേക്കാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും തിരിച്ച് നമ്മുടെ ഏതാണ് ആ ഒരു പെന്നി വയസ്സിൻ്റെ വീട്ടിലും കണക്ക് നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, ഇനി അവൻ നമ്മുടെ അനിയനെ തരുമോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, എനിക്ക് ഒരു പിടിയെന്നല്ല അനിയൻ തരുമോന്നവേ. എന്നാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ, തരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ചിലപ്പോൾ തരുമായിരിക്കും. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ അനിയനെ തന്നില്ലെങ്കിൽ ഇപ്പോൾ അച്ഛൻ അവനെ കൊല്ലും. ഓക്കെ, അവൻ പറഞ്ഞ ഓഫ് എൻ്റെ അമ്മച്ചി ഇതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നല്ലോ. എല്ലാം ആയിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ ആകെ ക്ഷീണിച്ച് പണ്ടാറടങ്ങിയിരിക്കണം. അപ്പം തന്നെ ഒരു ബുഗാട്ടി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ബുഗാട്ടി പോലത്തെ വണ്ടി കൊണ്ട് ഒരുത്തൻ വരണം. ഓക്കെ, അവരെ ഭയങ്കര സ്പീഡിലാണ് പറഞ്ഞത്. ഓക്കെ, നമ്മളിവിടെ ആകെ അനിയനെ തപ്പാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും കിടന്ന് നെട്ടോട്ടം ഓടറാണ്. അവൻ അവിടെ കിടന്ന് ആഘോഷിച്ച് റേസ് ഓടിക്കണം കളി. നമ്മുടെ വീടുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ വീട് കംപ്ലീറ്റ് പോയി കിടക്കണം. ഓക്കെ, പെന്നീസ് നശിപ്പിച്ചാണ്. ഓക്കെ, റെഡി ആക്കണം. ഓക്കെ, നമുക്കിപ്പോൾ ഇങ്ങനെ തിരിച്ചെടുക്കാം. ഓക്കെ, ഫുള്ളായിട്ട് ബൈക്ക് നശിച്ചെടുക്കണം. ഓക്കെ, കുറച്ചേ ശരിയാക്കിയുള്ളൂ. ഓക്കെ, ബ്രേക്കൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത്. ഓക്കെ, ഈ പെന്നി വയസ്സിന് നമ്മുടെ ഏതാണ് വീടിന് പിന്നെ ഫുള്ളായിട്ട് ഇനി പൊളിച്ച് കളയുന്നത്. അതാണ് എൻ്റെ അടുത്ത പേടി. ഓക്കെ, പറയാമല്ലോ ഇവ എന്തുവാണെങ്കിലും ചെയ്യും. ഓക്കെ, അതാണ് ഇവൻ്റെ ഒരു കുഴപ്പം. ഓക്കെ, ഓഫ് എൻ്റെ ആമ്പോ ഇത് എന്താണ് സംഭവം, എനിക്ക് ഒരു ഐഡിയ തന്നില്ല. ഫുള്ളായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സമയം മോശമാണ്. ഓക്കെ, നമ്മുടെ വണ്ടി എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ നല്ലൊരു ഇടി ഇടിച്ചാണ് വീണ. വണ്ടി അങ്ങ് അറ്റത്ത് പോയി. എൻ്റെ മോനെ നമുക്ക് ഒട്ടും തന്നെ വയ്യ. ആകെ ടയേർഡാണ്. നമ്മുടെ കയ്യിൽ ഗൺസ് എല്ലാം ഉണ്ടെങ്കിലും ആകെ ടയേർഡാണ്. ഓക്കെ, ബൈക്കിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ആ ഒരു ബൈക്കുണ്ട് ഒരു ഉപയോഗം തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഇതാണ് നിഞ്ചയും കാറിലൊക്കെ അവിടെ കിടക്കുകയാണ്. നമുക്ക് എന്തായാലും നിഞ്ചയും കാറിലൊക്കെ നൈസായിട്ട് എന്തായാലും എടുക്കാം ഗൈസ്. ഓക്കെ, നിഞ്ചയും കാറിലൊക്കെ നമുക്ക് നൈസായിട്ട് എടുക്കാം. ഓക്കെ, ഓക്കെ, അവനെ എന്തെങ്കിലും ചെയ്യണമെന്ന് അറിയണം. നമ്മൾ ലെസ്റ്ററിനോട് ഞാൻ കുറേ ചോദിച്ചു നോക്കി. പുള്ളി പറഞ്ഞാൽ ഇവൻ പറയുന്ന കണ്ടീഷൻസൊക്കെ ഏക്കാനാണ് പറഞ്ഞത്. ചിലപ്പോൾ തരുമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇവനെ അവസാനം എന്തെങ്കിലും വെച്ച് തീർത്തളയെന്നാണ് പറയണത്. ഇവനെ തീർക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. അതാണ് സീൻ. നമ്മൾ റോക്കറ്റ് ലോഞ്ചർ എത്ര വിട്ടെന്നാലും ഒരു ഇതുമില്ല. ചാവണയല്ല. എന്തൊരു ബുള്ളറ്റ് പ്രൂഫ് വെപ്പണാണ് വെട്ടിക്കുന്നത്. വെപ്പണല്ല, നമ്മുടെ ആർമർ. ഓക്കെ, അപ്പോൾ ഇവൻ്റെ വേറെ വെപ്പൺസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ പിന്നെ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ആ വണ്ടി ഇവിടെ വയ്ക്കാം. അല്ലെങ്കിൽ ഇനി ഇതും കൂടെ എടുത്തുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായിട്ട് എന്തായാലും ഈ ഒരു വീട്ടിലും കണക്ക് കയറാം. ഓക്കെ, എന്നിട്ട് അവൻ്റെ കൂടെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടെ ഇവൻ സമ്മതിക്കുമെന്നൊക്കെ. എനിക്കെന്തായാലും എൻ്റെ അനിയനെ ഇപ്പോൾ കിട്ടിയേ പറ്റും. അല്ലെങ്കിൽ ഈ പെന്നി വയസ്സിനെ നോക്കിക്കോ. എടാ പെന്നി വയസ്സ് ഇങ്ങോട്ട് ഇറങ്ങി വാടാ, ഞാൻ എല്ലാം ചെയ്ത്. ആ 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 ഞാൻ പറഞ്ഞതുപോലെ നീ എല്ലാവരെയും തീർത്ത് കളഞ്ഞ ആ ഒരു സൊസൈറ്റി ഉൾപ്പെടെ എല്ലാം നശിപ്പിച്ച. ഞാൻ നീ പറഞ്ഞതിനേക്കാളും കൂടുതൽ ചെയ്ത് എല്ലാം അതിനെ അടിച്ച് നൂത്ത് ഒരു പരുവാക്കി ഫുൾ ആ സൊസൈറ്റി ഉൾപ്പെടെ തന്നെ മൊത്തത്തിലെടുത്ത് കത്തിച്ച്. ഇനി എൻ്റെ അനിയനെ എനിക്ക് തിരിച്ചാ. ഏതനിയൻ? എങ്ങനത്തെ അനിയൻ? നിനക്ക് പോവാം. എനിക്കൊരു അനിയനെ അറിഞ്ഞൂടെ? ഇവിടെ ആരുമില്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. എടാ പെന്നി വയസ്സ്, നീ വീണ്ടും എനിക്കിട്ട് പണിയെന്ന് ഞാൻ വിചാരിച്ചില്ല. മര്യാദയ്ക്ക് എനിക്ക് എൻ്റെ അനിയനതാ. യാതനിയൻ? ഞാൻ നിന്നെ വിടാന്നാണ് പറഞ്ഞ ഒരു കാര്യം ചെയ്തത്, അല്ലാതെ എനിക്ക് നിൻ്റെ ഒരു അനിയനെ അറിഞ്ഞൂടാ. എടാ മര്യാദയ്ക്ക് നീ എൻ്റെ അനിയനെ എനിക്ക് തിരിച്ചാൽ. എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ ഫ്രാങ്ക്ലിനെ എനിക്ക് വേണം. ഏത് ഫ്രാങ്ക്ലിനാണ് എൻ്റെ പാവമായ CJ? എനിക്കൊരു ഫ്രാങ്ക്ലിനെ അറിഞ്ഞൂടടാ.
ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് പെന്നി വൈസ് അല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. നീ ഇവിടെ നിന്ന് പോ. എടാ പെന്നി വയസ്സ്, നീ ചത്തടാ. നീ ഇന്നത്തോടെ തീർന്നടാ. ഞാനാണ് ഈ പറയണത്. നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നീ പോടാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് ഇവിടെ ആകെ സീനായേക്കാണ് ഗൈസ്. എനിക്ക് ഒന്നും പറയാൻ പറ്റണില്ല നിങ്ങളോട് സത്യത്തിൽ പറഞ്ഞ. ഓക്കെ, ഈ പെന്നി വയസ്സ് നമ്മളെ സത്യത്തിൽ ഇതുവരെയായിട്ട് മണ്ടനാക്കിയായിരുന്നു. ഇവൻ പറയണ പോലെ നമ്മളെല്ലാം ചെയ്തു കൊടുത്തു. ഇവനെ ഇതുവരെയായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇവനെ അടിച്ചതേ ഉള്ളൂ, അല്ല വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇവൻ പറഞ്ഞിട്ടാണ് എന്തായാലും ഇവൻ്റെ ആയിട്ടുള്ള ആ ഒരു ബൈക്കുകളൊക്കെ നമ്മളെന്തായാലും അടിച്ചെന്തായാലും കൊടുത്താലും ഗോസ്റ്റ് റൈഡർ ബൈക്കുകളൊക്കെ. പക്ഷേ എന്തായാലും അതെല്ലാം കഴിയുമ്പോൾ നമുക്കിട്ട് നല്ല 8ൻ്റെ പണിയാണ്. നമ്മളെ വലിയൊരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് എന്തിൻ്റെ ഒരു മണ്ടയ്ക്കെന്ന് എടുത്ത് എറിയുകയും ചെയ്ത്. അതല്ലാതെ തന്നെ അതെല്ലാം സഹിച്ചിട്ട് നമ്മുടെ അനിയനെ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഇവൻ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും ആ ഒരു മിഷനിങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, ഇവനെ തട്ടിക്കൊണ്ട് ഇവൻ്റെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇടിച്ച് ഇവനെ ഇങ്ങനെ ഗതിയാക്കി ആ ഒരു ഗ്യാങ്സ്റ്ററിനെ കംപ്ലീറ്റ് അമ്മമാരെ സൊസൈറ്റി ഉൾപ്പെടെ ഫുള്ളായിട്ട് എടുത്തിട്ട് കത്തിച്ചു. ഓക്കെ, ഇത്രയും സംഭവം ചെയ്തിട്ട് ഇവൻ നമ്മുടെ അനിയനെ വിടൂലെന്നാണ് പറയുന്നത്. ഇനി ഒരിക്കലും നമ്മുടെ അനിയനെ നമുക്ക് കാണാൻ പറ്റൂലെന്നാണ് പറയുന്നത്. ഇനി പോയി കഴിഞ്ഞാൽ നമ്മളെ അവ ഇതേപോലെ ആക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതൊന്ന് കണ്ടേ പറ്റും. ഓക്കെ, ഇനി ഇവ ഈ ജീവനോടെ ഈ ഇന്ത്യയിൽ അവ ഇരിക്കണ്ട. ഓക്കെ, ഞാൻ വേണ്ടാന്ന് ഞാൻ വിടുമ്പോൾ അവൻ തലേ കയറുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു എനിക്ക് ആകെ ദേഷ്യം ഒന്ന് ഞങ്ങൾക്ക് ഭ്രാന്തനായി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അവൻ്റെ ഒരു ബുഗാട്ടിയും കൊണ്ട് അവൻ ഇടത്തോണ്ട് പോടാൻ കൊണ്ട് അവൻ്റെ ഒരു വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞു പൊട്ടൻ. ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ കാർ എടുത്തുകൊണ്ട് സ്റ്റണ്ട് കാണിക്കാൻ പറഞ്ഞത്. എന്നാലും നമുക്ക് ഒട്ടും വയ്യ. എൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ആകെ പണി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിക്കിപ്പോൾ ഒന്നും ചെയ്യേണ്ട എന്താണ് ചെയ്യേണ്ടത് തന്നെ ഒരു പിടിയിൽ തന്നെ. നമുക്കൊരു കാര്യം, നമുക്ക് നമ്മുടെ ലെസ്റ്ററിനോട് നമുക്കൊന്ന് ഫോണും കണക്കൊന്ന് വിളിച്ച് ചോദിക്കാം. അല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ല. നമുക്കെന്തായാലും ലെസ്റ്ററിന് എന്തായാലും ഫോണും കണക്കെ വിളിച്ച് ചോദിക്കാം. നമുക്കെന്തായാലും നൈസായിട്ട് ഈ ഒരു വണ്ടികളൊക്കെ നമ്മുടെ ഈ ഒരു ഏതാണ് സ്കൂളിൻ്റെ സൈഡിലായിട്ട് അങ്ങ് വെക്കാം. എന്തായാലും നൈസായിട്ട് ലെസ്റ്ററിനെ കണക്ക് എന്തായാലും ഒന്ന് വിളിച്ചെന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചെന്തായാലും നോക്കാം കേസ് എന്തൊക്കെയാണ് നടക്കണേന്നൊക്കെ. ആ എടാ ലെസ്റ്ററേ, ഇത് ഞാനാണെടാ സീജെ. എടാ സീജെ, സുഖം തന്നെടാ? ഓ അങ്ങനെയൊക്കെ പോണടാ. നീ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പെന്നി വൈസിൻ്റെ അവിടെ ചോദിച്ച് എന്തെങ്കിലും മിഷനും എല്ലാം കിട്ടിയാ നിനക്ക്? ഓടെ ഇവിടെ ഒരു മിഷൻ കിട്ടി. പക്ഷെ അതൊരു വലിയൊരു മിഷനാണ്. അവനെ ഇങ്ങനെ ഈ ഗതിയിലാക്കി അവൻ്റെ വണ്ടിയൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്ത ആ ഗ്യാങ്സ്റ്റേഴ്സ് ഇല്ലേ, ബല്ലാസ് ഗ്യാങ്, ആ ഒരു ഗ്യാങ്സ്റ്ററിൻ്റെ സൊസൈറ്റി ഉൾപ്പെടെ എല്ലാം കത്തിക്കാൻ പറഞ്ഞവൻ. അവൻ നീ ചെയ്യണം. എന്നാൽ നിൻ്റെ അനിയനവൻ തിരിച്ചു വരും ഉറപ്പായിട്ടും. ആര് പറഞ്ഞേ? ഞാൻ അവന്മാരെ ആ ഒരു ബിൽഡിങ്ങിന് കംപ്ലീറ്റ് ഫുള്ള് റോക്കറ്റ് ലോഞ്ചറും ബോംബും എല്ലാം ആയിട്ട് അടിച്ച് പൊട്ടിച്ച് അവന്മാർ ഗ്യാങ് ഉൾപ്പെടെ എല്ലാം ഞാൻ കംപ്ലീറ്റ് നശിപ്പിച്ച് ഇല്ലാണ്ടാക്കി കളഞ്ഞ്. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് അനിയനെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ എന്തെന്ന് നീ അറിഞ്ഞ? എന്തോണ്? എടാ അവൻ എൻ്റെ അനിയനവൻ തിരിച്ചു തരൂലെന്ന്. അയ്യോ അതെങ്ങനെ? അത് പറ്റൂലല്ലോ. നമ്മുടെ ചെറുക്കനവൻ എങ്ങനെയെങ്കിലും തന്നേ പറ്റുമോ? എടാ ഇപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഒരു പിടിയും തന്നെയല്ലേ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയടാ. നീ ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാണ് അവൻ്റെ കൂടെ പിന്നെയും ചോദിച്ചപ്പോൾ എനിക്ക് പിന്നെയും പണി കിട്ടിയത്. അവൻ്റെ മണ്ടനാക്കിക്കൊണ്ടിരിക്കണം. നീ പറഞ്ഞിട്ടാണ് അവൻ്റെ കൂടെ ചോദിച്ചത്. മര്യാദയ്ക്ക് അപ്പോഴേ അവനെ കൊന്നിടേണ്ട കാര്യമായിരുന്നു. എടാ ഇപ്പം ഞാൻ എന്ത് ചെയ്യാനോടെ? എനിക്കൊരു ഐഡിയ തന്നില്ല. എടാ ഇവനെ കൊല്ല എന്തെങ്കിലും വഴിയുണ്ടോ? ഇവ ഒരിക്കലും ചാവാത്ത സാധനം റോക്കറ്റ് ലോഞ്ചർ ഇട്ടാണ് കൊടുത്തത് അവൻ്റെ മണ്ടക്കിട്ട്. എന്തോ സ്പെഷ്യലായിട്ടുള്ളൊരു ആർമർ പോലത്തെ എന്തോ ഒരു സാധനം ഇവൻ്റെ ബോഡിയിൽ വെച്ചിട്ടുണ്ട്. അതാണ് ഈ സംഭവം. ഇപ്പം ഇവനെ കൊല്ലാനായിട്ട് ഒരേ വഴിയേ ഉള്ളൂ. അതെന്തോടെന്ന് തെളിച്ച് പറ. നീ ആദ്യം എൻ്റെ സ്ഥലത്ത് വാ. ഞാൻ താമസിക്കണ എൻ്റെ ഒരു ഫ്ലാറ്റിലോ. അപ്പോൾ ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിനക്കൊരു സ്പെഷ്യലായിട്ടുള്ള സാധനം വെച്ചിട്ടുണ്ട്. നീ വാ. ശരി പറഞ്ഞു. അപ്പോൾ ഇവൻ എന്തൊക്കെയാണത് പറയണ പൊട്ടത്തരങ്ങൾ ഈ ലെസ്റ്റർ. ഇവനെ ഒരു കുന്തം അറിഞ്ഞൂടെ. ഇവന് ഹാക്കിങ്ങുള്ള പരിപാടി അറിയാം. അല്ലാതെ കൊല്ലാനോ ഒന്നിനും അവനെ അറിഞ്ഞൂടാ. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് വിളിച്ചാണ് ഇവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു പെന്നി വൈസിൻ്റെ അവിടെ ചോദിച്ചത്. ഓക്കെ, അവസാനം എനിക്ക് തന്നെ അത് പണി കിട്ടിയൊക്കെ. നമുക്ക് എന്തായാലും അവൻ താഴ്ന്ന ഫ്ലാറ്റിലോട്ട് പോകണം. എങ്ങനെയെങ്കിലും ഈ പെന്നി വൈസിനെ കൊന്നേ പറ്റുമോ? നടക്കണ കാര്യമല്ല ഗൈസ്. ഓക്കെ, എങ്ങനെയെങ്കിലും ഇവനെ കൊന്നേ പറ്റുമോ? നമുക്ക് എന്തായാലും അവൻ താമസിക്കണ ഫ്ലാറ്റിലും ഞങ്ങളൊക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ, എടാ ലെസ്റ്ററെ, എന്താടാ നിൻ്റെ പ്ലാന്?
ഇതാരിവിടെ ടാങ്കൊക്കെ കൊണ്ടിട്ടാ? ആ, എൻ്റെ പ്ലാനും എൻ്റെ ബുദ്ധിയൊക്കെ നീ കേട്ട നീ ബോധം കെട്ട് വിടൂടാ CJ. നീ പറ, കാര്യം എന്താണ്? സംഭവം സിമ്പിൾ സംഭവമാണ്. ഇവിടെ കിടക്കുന്ന ടാങ്ക് അല്ലേ, അത് എൻ്റെയാണ്. അതിന് ഞാൻ എന്ത് ചെയ്യണം? ആ ടാങ്ക് നിൻ്റെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എടാ പൊട്ട, നീ ടാങ്ക് കാണിക്കാനാണ് വിളിച്ചത്? അതാ ആ പെന്നി വേസ് ആ കോന്തനെ കൊല്ലാനുള്ള വല്ല വഴിയും വല്ല പറയാനാണ് എന്നെ വിളിച്ചത്? എടാ നീ ഒന്ന് അടങ്ങടാ, എൻ്റെ പ്ലാൻ എന്താണെന്ന് നീ കേക്ക്. എടാ ഈ ഒരു ടാങ്ക് നിനക്കുള്ളതാണടാ. എനിക്കെന്തിനാടാ ടാങ്ക്? എടാ പൊട്ട, കാര്യം എന്താ സിമ്പിളടാ. എടാ ഈ ടാങ്ക് വെച്ച് ഈസി ആയിട്ട് ആ പെന്നി വേസിനെ കൊല്ലാൻ പറ്റുമല്ലോടാ നിനക്ക്. എടാ നീ എന്ത് മണ്ടത്തോടെ വിളിച്ച് പറയണ? എടാ ഈ ടാങ്കിനെ കൊണ്ടൊക്കെ പറ്റുമോടെ? ഇതിനെക്കാളും പവർഫുൾ റോക്കറ്റ് ലോഞ്ചറാണ് എൻ്റെ കയ്യിലിരിക്കണത്, എന്നിട്ടും അല്ല കിഴങ്ങൻ ചത്തില്ല. എടാ പറ്റൂടാ, നീ ഒന്ന് വെടിവെച്ചൊന്ന് നോക്ക്. ശരി, ഞാൻ ടെസ്റ്റ് ഡ്രൈവ് പോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. നിൻ്റെ പവർ എന്താണെന്ന് നോക്കണമല്ലോ. എടാ മാറിക്കടാ, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ മണ്ടക്കട വെടിയിട്ടരും. എടാ അങ്ങനെ പറയല്ലോടാ. എടാ ആ കൊനിക്സനെ ഒന്ന് വെടിവെച്ച് കാണിക്കേ. വെയിറ്റ്. അയ്യോ ഇതെന്തോണടേ, ഇത് ഇന്നൊക്കെ മാറിപ്പോണല്ലോ. എടാ നല്ല താത്തി വേ. എടാ അളിയാ, സീന് സാധനം. പക്ഷെ ഒരു ഉന്നം പോലും നേരെ വീഴണില്ല. അതാ എടാ ലാമറേ, എടാ കുട്ട, എടാ ചക്കര ലാമറേ, ഇത് സീന് സാധനടാ. എടാ കിടില സാധനടാ ഇത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബുദ്ധി നീ കണ്ടോ? എന്തായാലും കൊള്ളാം നിൻ്റെ ബുദ്ധിയെ സമ്മതിച്ച്. എന്തായാലും ഇതൊരു പവർഫുൾ ടാങ്കാണ്. ഓക്കെ എടാ, അപ്പോൾ ലാമറേ, അപ്പം ഞാൻ പോയി മിഷൻ കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ അനിയനെയും കൊണ്ട് തിരിച്ചു തരാമെടാ. ശരിയടാ, ഓൾ ദ ബെസ്റ്റ്. ആ പെന്നി വേസിനെ ഫുൾ അങ്ങ് തീർത്തോളാണ്. ഓക്കെ ഗായ്സ്, അങ്ങനെ പെന്നി വേസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായിട്ടാണ്. ഇന്നത്തോടെ അവൻ്റെ അന്ത്യമാണ്. ഓക്കെ ഈ ഒരു ഇത് ഇടുമ്പോൾ തന്നെ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും ഗൈസ്. ഓക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ അവൻ്റെ കാര്യത്തിൽ ഇന്നത്തോടെ തന്നെ ഒരു തീരുമാനം ആവുന്നതാണ്. ഓക്കെ എൻ്റെ മോനെ വേറെ ലെവലായിട്ടുള്ളൊരു ടാങ്കും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ഞാൻ ഒന്നും നോക്കണ്ട, നേരെ കയറി ചെന്ന് ഒരൊറ്റ അടി അങ്ങ് വെച്ചു കൊടുക്കാനായിട്ട് വേണം. ഓക്കെ അവൻ്റെ വീട് ഇവിടെ എല്ലാം കത്തിച്ചളാം. ഓക്കെ അവൻ എന്തിനാണ് ഇവിടെ? എടാ പെന്നി വേസേ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇന്ന് നിൻ്റെ അന്ത്യോടാ പെന്നി വേസേ. എടാ പെന്നി വേസേ, ഇന്ന് നിൻ്റെ അന്ത്യോടാ. അയ്യോ ഇതെന്തൊക്കെയാണ് സംഭവിക്കണത്? എടാ CJ, ഞാൻ അങ്ങനെയൊന്നും ചാവൂലടാ. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവടാ. ഞാൻ അങ്ങനെയൊന്നും ചാവണൊരു ടൈപ്പ് അല്ലടാ. എടാ ഞാൻ നിന്നെ പോലെ അല്ലടാ, ഞാൻ പവർഫുള്ളാണ്. നീ എന്തൊരു ഫുള്ളാലും ശരി, ഇവിടെ ഇപ്പോൾ നിൻ്റെ കാര്യത്തിൽ തീരുമാനമാറേ. എൻ്റെ കയ്യിലിരിക്കണ സാധനം കണ്ട, പവർഫുള്ളാണ് കേട്ടോ. നീ ഇന്നത്തോടെ തീർന്നടാ പെന്നി വേസേ. അയ്യോ എന്നെ കൊല്ലല്ലേ, ഞാൻ ഇവിടെ നിന്ന് വിട്ട് വെക്കോളാം. ഞാൻ നിൻ്റെ അനിയനെ തരാം. ഇല്ല, നീ നേരത്തെ എന്നെ മണ്ടനാക്കിയോളാം, പിന്നെ നീ എന്നെ മണ്ടനാക്ക്. ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയൊന്നുമല്ല. എടാ എന്നെ കൊല്ലല്ലേടാ. നിൻ്റെ വിചാരം നീ ഭയങ്കര പവർഫുള്ളാണെന്ന്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. നീ ഇപ്പം തന്നെ തീരുവടാ. നിൻ്റെ അന്ത്യം ഇപ്പം തന്നെ സംഭവിക്കടാ CJ. അങ്ങനെയൊന്നുമില്ല, അത് എൻ്റെ അന്ത്യമല്ല, നിൻ്റെ അന്ത്യമാണെടാ പെന്നി വേസേ. തീർന്നടാ, നീ ചത്തടാ, നീ തീർന്നടാ. അയ്യോ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായേ. എടാ പെന്നി വേസേ, നീ തീർന്നടാ. അയ്യോ എന്നെ എടുത്തിട്ടോ അരച്ച. അയ്യോ മോനെ ഫ്രാങ്ക്ലിനെ, എടാ ഫ്രാങ്ക്ലിനെ, ചേട്ട എത്തിയടാ, ഇനി ഓടി വാടാ. എടാ ഫ്രാങ്ക്ലിനെ ഓടി വാടാ, നമുക്കിവിടെ നിന്ന് പോവാടാ. ഈ പെന്നി വേസ് തീർന്നടാ. ഓക്കെ ഈ പെന്നി വേസ് ഏകദേശം ചത്തോന്നു. അയ്യോ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായേ. അയ്യോ ഞാൻ ചത്ത്. ഓക്കെ ഗായ്സ്, ഓക്കെ ഇവിടെ ഇപ്പം ഏകദേശം ഈ ഒരു വീട് ഫുള്ളായിട്ട് ഞാൻ കുത്തി നിറച്ച് ഞാൻ ഫുള്ളായിട്ട് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഈ തവണ പെന്നി വേസ് ഡെഡായെന്ന് തോന്നുന്നു. ഓക്കെ ഇവിടെ പെന്നി വേസിനെ ഞങ്ങളെ കാണാനില്ല. ഓക്കെ ഇനി തവണ അവൻ ഡെഡായി കാണുമായിരിക്കും. നമുക്കെന്തായാലും നമ്മുടെ അനിയനെ ഇവിടെ ഒന്നും കണ്ടില്ല. അവ എവിടെ പോയതാണെന്ന് എനിക്കൊരു പിടിയുന്നില്ല. എടാ ഫ്രാങ്ക്ലിനെ ഇറങ്ങി വാടാ, ചേട്ടൻ വന്നടാ.
ഓക്കെ ഗായ്സ്, എന്നാൽ ഇവിടെ ഇപ്പം എന്തായാലും ഗായ്സ് എനിക്ക് ഒട്ടും തന്നെ വയ്യ ഗായ്സ്. എൻ്റെ ചേട്ട ഇത് എവിടെ പോയി കിടക്കണമെന്ന് എനിക്ക് ഒരു പിടിയില്ല. താഴെ എന്തോ സൗണ്ടോ എന്തോ ടാങ്ക് പോലത്തെ എന്തോ സാധനം കിടക്കണമെന്ന്. അതെന്താണ്? എടാ മോനെ ഫ്രാങ്ക്ലിനെ, ഓടി വാടാ, ചേട്ടൻ വന്നടാ. അയ്യോ, ഇതെന്റെ ചേട്ടന്റെ സൗണ്ട് അല്ലേ? ചേട്ടൻ വന്നാ? എടാ ചക്കരെ, നിന്നെ എത്ര ദിവസം കണ്ടിട്ട്. ആ പെന്നിമീസ് ഇവിടെ, അവനൊക്കെ ചത്തിട്ട് തന്നെ എത്ര മണിക്കൂറുകളായി. ചേട്ടാ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് അപ്പോൾ ഇത്രയുള്ള കേസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ഒരു പെന്നിമൈസ് എന്നുള്ള ഈ ഒരു സീരീസുകളാണ് ഇവിടെ വെച്ച് എന്നാലും എൻ്റെ ആവാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ എനേബിൾ ചെയ്താൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എപ്പോഴും തന്നെ എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പം പുതിയൊരു കിട്ടുന്ന വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. ടേക്ക് കെയർ.